ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. പീരിയോഡിക് ടേബിളിലെ ഒന്നാം ഗ്രൂപ്പിലെയും രണ്ടാം ഗ്രൂപ്പിലെ എലമെൻറ്റുകളെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെൻറ്റുകളെന്ന്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റുകളെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നും വിളിക്കാറുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സിഷിയം, ഫ്രാൻസിയം തുടങ്ങിയ എലമെൻറ്റുകളാണ്. ഇവരുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളൊക്കെ സ്ട്രോങ് ആൽക്കലീസ് ആയതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുക. സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുകളെ കളക്റ്റീവായിട്ട് നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് വിളിക്കുക. ഈ ഗ്രൂപ്പിൽ വരുന്നത് ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം തുടങ്ങിയ എലമെൻറ്റുകളാണ്. ഇവരുടെയും ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും സ്ട്രോങ് ആൽക്കലീസ് ആണ് എന്ന് മാത്രമല്ല, ഇവരുടെ കോമ്പൗണ്ടുകൾ എർത്ത് ക്രസ്റ്റിൽ ഭൂവൽക്കത്തിൽ ധാരാളമായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇവരെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുക. ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും ഒരു കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് രണ്ടിലും വാലൻസ് ഇലക്ട്രോൺ എൻഡേഡ് ആകുന്നത് ഒരു എസ് ഓർബിറ്റലിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുക. അതുകൊണ്ട് ഇവരുടെ ജനറൽ കോൺഫിഗറേഷൻ NS 1 to 2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാലൻസ് കോൺഫിഗറേഷൻ ഒന്നാം ഗ്രൂപ്പിൽ ആൽക്കലി മെറ്റൽസിൻ്റെ വാലൻസ് കോൺഫിഗറേഷൻ NS 1 ആണ്. ഇപ്പോൾ സോഡിയം എടുക്കുകയാണെങ്കിൽ ആറ്റോമിക് നമ്പർ 11 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s1. ഈ 3s1 ആണ് സോഡിയത്തിൻ്റെ വാലൻസ് കോൺഫിഗറേഷൻ. അത് ഈ ഗ്രൂപ്പിൻ്റെ കോമൺ ട്രെൻഡ് ആയതുകൊണ്ടാണ് ജനറൽ കോൺഫിഗറേഷൻ നമ്മൾ NS 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വാലൻസ് സെല്ലിൽ ആകെപ്പാട് ഒരു ഇലക്ട്രോൺ മാത്രമുള്ളതുകൊണ്ട് ഇവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഈ ഇലക്ട്രോണിന് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു മോണോ പോസിറ്റീവ് അയോൺ ഫോം ചെയ്യാനാണ് കൂടുതൽ സാധ്യത. സോഡിയമൊക്കെ ആണെങ്കിൽ Na+ എന്ന അയോൺ ആയിട്ടാണ് സോഡിയം എക്സിസ്റ്റ് ചെയ്യുക കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ. ഇത് ഗ്രൂപ്പിൻ്റെ കോമൺ ട്രെൻഡാണ്. ഇവർ കോമൺ ആയിട്ട് പറഞ്ഞ M+1 എന്ന് വെച്ചാൽ La+1, Na+1, K+1 ഇങ്ങനെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് ഇവർ കോമൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക. മറ്റേത് ഗ്രൂപ്പിലെയും പോലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം മൂവ് ചെയ്യുമ്പോൾ ആറ്റോമിക് സൈസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയാണ് ഫ്രം ലിഥിയം ടു സിഷിയം. ഈ ഗ്രൂപ്പിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി M എന്ന് പറയുന്ന മെറ്റാലിക് ആറ്റത്തെ ആറ്റത്തെ ഗേഷ്യസ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ വാലൻസ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് M+1 ആക്കി മാറ്റുന്നതിന് ആവശ്യമുള്ള എനർജിയുടെ പേരാണ് അയണൈസേഷൻ എൻതാൽപ്പി. കോമൺ ട്രെൻഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കേസിലും ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും അറ്റോമിക് സൈസ് കൂടി വരുന്നതുകൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നു. അടുത്തൊരു ടൈം നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി ആദ്യം ആ ടേം എന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഒരു ഹീറ്റ് എനർജി തന്നെയാണ്. ഒരു കാറ്റയോണോ ആനയോണോ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പം അത് ഹൈഡ്രേറ്റ് ചെയ്യപ്പെട്ട് റിലീസ് ചെയ്യുന്ന എനർജിയുടെ പേരാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുക.
ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എന്ന അയണിക് കോമ്പൗണ്ട്, അതിൻ്റെ ജലീയ ലായനി അക്വസ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് വെള്ളത്തിൽ അയണൈസ് ചെയ്ത് Na+ ആൻഡ് Cl- എന്ന് മാറും. Na+ അക്വസ് ആൻഡ് Cl- അക്വസ്, വെള്ളത്തിൽ ലയിച്ച് കിടക്കുന്ന അതിൻ്റെ ഫോമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ള സോഡിയം അയോണുകൾക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്. വെള്ളമെന്ന് പറയുന്നൊരു പോളാർ സോൾവൻ്റാണ്. വാട്ടർ മോളിക്യൂൾ നമ്മൾ H2O എടുത്താൽ അതിന് ഇലക്ട്രോ നെഗറ്റീവായ ഓക്സിജൻ ആറ്റം ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് ഒരു ചെറിയ പോസിറ്റീവ് ചാർജും ഉണ്ട്. അതുകൊണ്ട് വാട്ടർ മോളിക്യൂൾ പോളാറാണ് എന്ന് പറയാം. അതിൻ്റെ ബോണ്ടുകൾ പോളറൈസ്ഡ് ആണ്, ചാർജുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളത്തിലാണ് നമ്മൾ ഒരു സോൾട്ട് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ അത് അയണൈസ് ചെയ്യുമ്പം അതിൻ്റെ പോസിറ്റീവ് അയോണുകളെ പോളാറായ വാട്ടർ മോളിക്യൂൾസ് സറൗണ്ട് ചെയ്യും. അപ്പോൾ Na+ എന്ന പോസിറ്റീവ് അയണിനെ വാട്ടർ മോളിക്യൂൾ സറൗണ്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. വാട്ടർ മോളിക്യൂളിൻ്റെ നെഗറ്റീവ് ചാർജുള്ള ഓക്സിജൻ ആറ്റങ്ങളാണ് Na+ലേക്ക് ഡയറക്റ്റ് ചെയ്യുക. കാരണം പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലാണ് അട്രാക്റ്റ് ചെയ്യുക. അപ്പം Na+ മോളിക്യൂളിനെ സറൗണ്ട് ചെയ്ത് ധാരാളം വാട്ടർ മോളിക്യൂൾ അതിന് ചുറ്റുപാടും വരും. അങ്ങനെ സറൗണ്ട് ചെയ്യുമ്പം വാട്ടർ മോളിക്യൂളിൻ്റെ ഓക്സിജൻ ആറ്റങ്ങളാണ് പോസിറ്റീവ് അയണിലേക്ക് ഡയറക്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ അയോണുകളെ വാട്ടർ മോളിക്യൂൾ സറൗണ്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേഷൻ എന്നാണ് പറയുക. ഹൈഡ്രേഷൻ. ഇങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ സിസ്റ്റം കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഹീറ്റ് എനർജി റിലീസ് ചെയ്യും. ആ റിലീസ്ഡ് ഹീറ്റ് എനർജിയുടെ മെഷറാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുക. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ Na+ അയോൺ മാത്രമല്ല ഹൈഡ്രേറ്റ് ചെയ്യപ്പെടുക, Cl- അയോണുകളും ഹൈഡ്രേറ്റ് ചെയ്യപ്പെടും. Cl- അയോൺ നെഗറ്റീവ് ചാർജുള്ള അയോൺ ആയതുകൊണ്ട് ഹൈഡ്രേഷൻ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. വാട്ടർ മോളിക്യൂളിൻ്റെ ഹൈഡ്രജൻ ആറ്റങ്ങളായിരിക്കും ക്ലോറൈഡ് അയോണിലേക്ക് ഡയറക്റ്റ് ചെയ്യുക. കാരണം ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്താണ് എന്നാണ് ഡിഫൈൻ ചെയ്തത്. ഒരു കോമ്പൗണ്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അയോണുകളെ വാട്ടർ മോളിക്യൂൾസ് സറൗണ്ട് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഹൈഡ്രേഷൻ. അയോണിൻ്റെ നേച്ചർ ബേസ് ചെയ്താണ് വാട്ടർ മോളിക്യൂളിൻ്റെ പോസിറ്റീവ് അയോണാണോ നെഗറ്റീവ് അയോണാണോ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുക എന്ന് തീരുമാനിക്കപ്പെടുക. ഇങ്ങനെ ആ അയോണിനെ വാട്ടർ മോളിക്യൂൾ സറൗണ്ട് ചെയ്യുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവിൻ്റെ പേരാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. നമുക്ക് ആ ട്രെൻഡ് ഈ ഗ്രൂപ്പിലൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ ടേം ഡിഫൈൻ ചെയ്തത്. ഫസ്റ്റ് ഗ്രൂപ്പിലെ ഹൈഡ്രേഷൻ എൻതാൽപ്പി ടോപ്പ് ടു ബോട്ടം ഡിക്രീസ് ചെയ്യുന്നു. അതിൽ ലിഥിയം അയോണാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ Li+, Na+, K+, റുബീഡിയത്തിൻ്റെ Rb+, സിഷ്യം Cs+. അപ്പോൾ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും ഹൈഡ്രേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുകയാണ്, കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി കാണിക്കുന്നത് ലിഥിയം സോൾട്ടാണ് അല്ലെങ്കിൽ ലിഥിയം അയോണാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ലിഥിയം ഒരു അക്വസ് സൊല്യൂഷൻ ഒന്ന് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പം അത് ഹൈഡ്രേറ്റഡ് സോൾട്ടായിട്ടാണ് ക്രിസ്റ്റലൈസ് ചെയ്യുക. ഇപ്പോൾ ലിഥിയം ക്ലോറൈഡ് അക്വസ് സൊല്യൂഷനിൽ നിന്ന് ക്രിസ്റ്റലൈസ് ചെയ്യുവാണെങ്കിൽ അത് കൂടെ 2 മോളിക്യൂൾ വാട്ടറും കൂടി കൺസ്യൂം ചെയ്ത് ഹൈഡ്രേറ്റഡ് ഫോമിലാണ് ക്രിസ്റ്റലൈസ് ചെയ്യുക.
LiCl2H2O എന്നതാണ് ലിഥിയം ക്ലോറൈഡിൻ്റെ ഹൈഡ്രേറ്റഡ് ഫോമിൻ്റെ മോളിക്കുലാർ ഫോർമുല. പറഞ്ഞതാണ് ലിഥിയം കോമ്പൗണ്ടുകൾ എക്സ്റ്റെൻസീവ്ലി ഹൈഡ്രേറ്റഡ് ആണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഏറ്റവും ചെറിയ സൈസുള്ള ലിഥിയം അയോൺ ഏറ്റവും ഹയസ്റ്റ് ഹൈഡ്രേഷൻ എൻതാൽപ്പി കാണിക്കുന്ന അയോണാണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടിയ അയോൺ ആയതുകൊണ്ടാണ് ലിഥിയം സോൾട്ടുകൾ യൂഷ്വലി ഹൈഡ്രേറ്റഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുക. ഇനി ഒരു ചെറിയ അയോണായ ലിഥിയത്തിൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടാൻ കാരണമെന്ന് കമ്പയർ ചെയ്യുവാണ്. ഒരു ചെറിയ ലിഥിയം അയോണും അതിലേറ്റവും വലിയ സിഷിയം അയോണും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുവാണ്. ലിഥിയം അയോണിൻ്റെ സൈസ് ഏറ്റവും ചെറുതായതുകൊണ്ട് അതിൻ്റെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഒരു പ്രത്യേക വോള്യത്തിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ചെറിയ വോള്യത്തിൽ ആ പോസിറ്റീവ് ചാർജ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ സിഷിയം ഇതേ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് തന്നെ ഒരു വലിയ വോള്യത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലിഥിയത്തിൻ്റെ ചാർജ് ഡെൻസിറ്റി, ചാർജ് സാന്ദ്രത വളരെ കൂടുതലും സിഷിയത്തിൻ്റെ ചാർജ് ഡെൻസിറ്റി വളരെ കുറവുമാണെന്ന് പറയാം. അപ്പോൾ ആ ലിഥിയം അയോണിൻ്റെ ചാർജ് ഡെൻസിറ്റി വളരെ കൂടുതലായതുകൊണ്ട് ഈ ചാർജ് ഉപയോഗിച്ചുകൊണ്ടാണ് വാട്ടർ മോളിക്യൂൾ ഇതിന് ചുറ്റുപാടും വന്ന് അറേഞ്ച് ചെയ്യപ്പെടുക. അപ്പോൾ ചാർജ് ഡെൻസിറ്റി വളരെ കൂടുതലുള്ളതുകൊണ്ട് ലിഥിയത്തിന് വാട്ടർ മോളിക്യൂളുകളെ എഫക്റ്റീവായിട്ട് തൻ്റെ ചുറ്റുപാടും അറേഞ്ച് ചെയ്യാൻ പറ്റും, ഓർ ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷെ സൈസ് കൂടിയ സിഷിയം അയോണിന് ചുറ്റുപാട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടെങ്കിലും അതിൻ്റെ പെരിഫറിയിലേക്കൊക്കെ വരുന്ന ചാർജിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് അതിന് കുറച്ച് വാട്ടർ മോളിക്യൂൾസിനെ ചുറ്റുപാടും ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചാർജ് ഡെൻസിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ലിഥിയം അയോണിൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പിയും കൂടി ഇരിക്കുക. ആൽക്കലി മെറ്റലുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി പറയുമ്പോൾ ഇവരെല്ലാം ഡെൻസിറ്റി വളരെ കുറഞ്ഞ മെറ്റൽസാണ്. പൊതുവെ പറഞ്ഞാൽ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും ഡെൻസിറ്റി ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു. ഇവരുടെ വളരെ കോമൺ ആയൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ഇവരെല്ലാം തന്നെ ഫ്ലെയിം ടെസ്റ്റ് ആൻസർ ചെയ്യുന്ന എലമെൻസാണ്. ഈ ഫ്ലെയിം ടെസ്റ്റിൻ്റെ കളർ നോക്കിക്കൊണ്ട്, ഫ്ലെയിം ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഫ്ലെയിമിന് കിട്ടുന്ന കളർ നോക്കിക്കൊണ്ട് നമുക്ക് ആൽക്കലി മെറ്റലുകളെ ഐഡൻറ്റിഫൈ ചെയ്യാം, അത് ആരാണെന്ന് തിരിച്ചറിയാം. ഫ്ലെയിം ടെസ്റ്റ് മറ്റൊന്നുമല്ല, ഫ്ലെയിം ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഒരു ആൽക്കലി മെറ്റലിനെയോ ആൽക്കലി മെറ്റൽ സോൾട്ടിനെയോ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഡിസോൾവ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കി മാറ്റുക. ആ പേസ്റ്റ് ഒരു നോൺ ലൂമിനസ് ഫ്ലെയിമിൽ, ഒരു നീല നിറമുള്ള ജ്വാലയിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലെയിമിന് മനോഹരമായ പല കളറുകളും ഈ കോമ്പൗണ്ടുകൾ ഇമ്പാർട്ട് ചെയ്യും. ലിഥിയം നമ്മൾ ഫ്ലെയിം ടെസ്റ്റ് കണ്ടക്ട് ചെയ്താൽ ലിഥിയം ഫ്ലെയിമിന് കൊടുക്കുന്ന നിറം റെഡിഷ് കളറാണ്, ക്രിംസൺ റെഡ് എന്ന് പറയാം. ജ്വാലയ്ക്ക് യെല്ലോ കളർ കൊടുക്കാൻ കഴിവുള്ള എലമെൻ്റാണ് സോഡിയം. പൊട്ടാസ്യം ഫ്ലെയിമിന് നൽകുന്ന നിറം വയലറ്റാണ്. റുബീഡിയം റെഡിഷ് കളറുള്ള, റെഡിഷ് ടിൻറ്റുള്ള വയലറ്റ് കളറാണ് ഇമ്പാർട്ട് ചെയ്യുക. സിഷിയം സോൾട്ടുകൾ ഫ്ലെയിമിന് ബ്ലൂയിഷ് കളർ ഇമ്പാർട്ട് ചെയ്യും.
അപ്പോൾ കളർ നോക്കിക്കൊണ്ട് ഫ്ലെയിം ടെസ്റ്റ് നടത്തിയിട്ട് കളർ നോക്കിക്കൊണ്ട് എനിക്ക് ആൽക്കലി മെറ്റൽ ആരാണ് ഓർ ഏത് ആൽക്കലി മെറ്റൽ കോമ്പൗണ്ട് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫ്ലെയിം കളേഴ്സ് കിട്ടുന്നതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ആൽക്കലി മെറ്റലുകളെയോ അല്ലെങ്കിൽ അവരുടെ കോമ്പൗണ്ടുകളെയോ ഹീറ്റ് ചെയ്യുമ്പോൾ അവയുടെ വാലൻസ് ഇലക്ട്രോണുകൾ എനർജി അബ്സോർബ് ചെയ്ത് ഹയർ എനർജി ലെവലുകളിലേക്ക്, ഹയർ ഷെല്ലുകളിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഹയർ ലെവലിലേക്ക് പോയ ഇലക്ട്രോണുകൾ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി അവർക്ക് കിട്ടിയ എനർജിയെ റിലീസ് ചെയ്ത് എനർജി കുറഞ്ഞ സ്റ്റേറ്റുകളിലേക്ക് മടങ്ങി വരും. ഇങ്ങനെ റിലീസ് ചെയ്യുന്ന എനർജി വിസിബിൾ റേഞ്ചിലാണ്. വിബ്ജിയോറിലെ ഏതെങ്കിലും ഒരു കളറായിട്ടാണ് അവർ ഈ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഏത് കളർ എമിറ്റ് ചെയ്യണം തീരുമാനിക്കുന്ന മെറ്റലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ്. ഈ എമിറ്റഡ് റേഡിയേഷൻസിനെയാണ് നമ്മൾ ഫ്ലെയിമിൻ്റെ കളറായിട്ട് ഒബ്സർവ് ചെയ്യുക. ഇതിനെയാണ് ഫ്ലെയിം ടെസ്റ്റ് എന്ന് വിളിക്കുക. അടുത്തത് ആൽക്കലി മെറ്റലുകളുടെ പൊതുവായ ചില കെമിക്കൽ റിയാക്ഷൻ ട്രെൻഡുകളാണ് പറയുക. ഈ പറഞ്ഞ മെറ്റൽസ് നമ്മൾ എയറിൽ എക്സ്പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ടാർണിഷ് ചെയ്ത് അവരുടെ കളറ് മങ്ങും, ഡ്രൈ എയർ ആണെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ട് എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയർ എന്ന് പരിശോധിക്കുകയാണ്. ഇവർ എയറുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. ഇവരെല്ലാം തന്നെ വളരെ വിഗറസ് ആയിട്ട് ഓക്സിജനുമായിട്ട് ബേൺ ചെയ്യുന്ന എലമെൻറ്റുകളാണ്. ഓക്സിജനുമായിട്ടുള്ള കോമ്പിനേഷന് ഓരോ ചെറിയ ട്രെൻഡ് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. ഇതിൽ ലിത്തിയം, ഒന്നാമത്തെ എലമെൻ്റായ ഏറ്റവും ചെറിയ എലമെൻ്റായ ലിത്തിയം ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് Li2O എന്ന കോമ്പൗണ്ടാണ്. ഇത് ലിഥിയത്തിൻ്റെ മോണോക്സൈഡ് എന്ന് വിളിക്കാം. ലിഥിയം ബേണിംഗ് വഴി മോണോക്സൈഡാണ് ഫോം ചെയ്യുക. നേരെ മറിച്ച് സോഡിയമാണ് ബേൺ ചെയ്യുന്നതെങ്കിൽ കൂടുതലായിട്ട് ഫോം ചെയ്യുന്ന സോഡിയത്തിൻ്റെ പെറോക്സൈഡാണ് Na2O2. ബാക്കിയുള്ള എലമെൻറ്റുകൾ പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം തുടങ്ങിയ എലമെൻറ്റുകൾ ബേൺ ചെയ്താൽ പൊട്ടാസ്യം എടുക്കാം. ഫോം ചെയ്യുന്ന മെയിനായിട്ടും പൊട്ടാസ്യത്തിൻ്റെ സൂപ്പർ ഓക്സൈഡാണ്. അപ്പോൾ ലിഥിയം മോണോക്സൈഡ് മാത്രം ഫോം ചെയ്യുന്നു, സോഡിയം അത് കൂടാതെ പെറോക്സൈഡ് ഫോം ചെയ്യുന്ന ആളാണ്. ബാക്കി എലമെൻറ്റുകൾ കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത് സൂപ്പർ ഓക്സൈഡുകളാണ്. അതിന് കാരണം പറയുന്നത് ലിഥിയം ഏറ്റവും ചെറിയ എലമെൻ്റാണ്. താഴേക്ക് വരുംതോറും അറ്റോമിക് സൈസ് കൂടി വരികയാണ്. ജനറൽ റൂൾ ഇതാണ്: ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ചെറിയ കാറ്റയോണുകൾ ഉണ്ടെങ്കിൽ അവർ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് ചെറിയ ആനയോണുമായിട്ടാണ്. അപ്പോൾ സ്മോളർ കാറ്റയോൺസ് ആർ സ്റ്റെബിലൈസ്ഡ് ബൈ സ്മോളർ ആനയോൺസ് എന്നൊരു ജനറൽ ട്രെൻഡുണ്ട്. ലിഥിയം ഏറ്റവും ചെറിയ കാറ്റയോൺ ഫോം ചെയ്യുന്ന ആളായതുകൊണ്ടാണ് അത് ഏറ്റവും ചെറിയ ആനയോണായ O-1 അക്കോമഡേറ്റ് ഓർ സെലക്ട് ചെയ്തിരിക്കുക. പൊട്ടാസ്യം ഈ 3 പേരിൽ ഏറ്റവും വലിയ കാറ്റയോൺ ആയതുകൊണ്ട് അത് ഏറ്റവും വലിയ ആനയോണായ സൂപ്പർ ഓക്സൈഡ് അയോണിനെയാണ് പ്രിഫർ ചെയ്യുക. സോ സ്മോളർ കാറ്റയോൺസ് ആർ സ്റ്റെബിലൈസ്ഡ് ബൈ സ്മോളർ ആനയോൺസ്. ഈ പറഞ്ഞ എലമെൻറ്റുകൾ വളരെ ഡയറക്റ്റായിട്ട് വാട്ടറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന, അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറുമായിട്ട് വരെ വളരെ വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന എലമെൻറ്റുകളാണ്. അതുകൊണ്ട് നമ്മൾ ഈ എലമെൻറ്റുകളെ മണ്ണെണ്ണയിലാണ്
സൂക്ഷിച്ചു വയ്ക്കുക. കാരണം ഒരു ബോട്ടിലിനകത്ത് മോയ്സ്ചർ ഉണ്ടെങ്കിൽ പോലും ആ മോയ്സ്ചറുമായിട്ട് ഇവർ വളരെ വിഗറസായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ മോയ്സ്ചറുമായിട്ടുള്ള കോൺടാക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി മണ്ണെണ്ണയിൽ ഡിപ്പ് ചെയ്ത് മുക്കിയാണ് നമ്മൾ എലമെൻറ്റുകളെ സൂക്ഷിക്കുക. സോഡിയം എന്ന് പറയുന്ന മെറ്റൽ വെള്ളവുമായിട്ട് വളരെ വിഗറസായിട്ട് റിയാക്ട് ചെയ്യുന്ന എലമെൻ്റ് ആണെന്ന് നമുക്കറിയാം. സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനുമാണ്. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എക്സാമ്പിളാണ്. വെള്ളത്തിലുള്ള ഹൈഡ്രജനെ സോഡിയം ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റുകൾ നമ്മൾ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞ എല്ലാ എലമെൻറ്റുകളും മെറ്റലുകളും വളരെ പെട്ടെന്ന് അയണൈസ് ചെയ്ത് മോണോ പോസിറ്റീവ് അയോൺ ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എലമെൻറ്റുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മെറ്റൽ ഇലക്ട്രോണെ ലോസ് ചെയ്ത് മോണോ പോസിറ്റീവ് അയോണായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വയം ഓക്സിഡൈസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ മെറ്റലുകൾക്ക് ഓക്സിഡൈസ് ചെയ്യാൻ ടെൻഡൻസി ഉള്ളതുകൊണ്ട്, അവർക്ക് സ്വയം ഓക്സിഡൈസ് ചെയ്യാൻ ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഇവർ നല്ല റെഡ്യൂസിങ് ഏജൻസ് ആണ് എന്ന് നമുക്ക് പറയാം. ആരാണ് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത്? അതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ എല്ലാ ആൽക്കലി മെറ്റലുകളും പവർഫുൾ റെഡ്യൂസിങ് ഏജൻറ്റുകളാണ്. അക്വസ് സൊല്യൂഷനിലെ ഇവരുടെ റെഡ്യൂസിങ് കപ്പാസിറ്റി ഒന്ന് കമ്പയർ ചെയ്താൽ ഇതിലേറ്റവും നല്ല റെഡ്യൂസിങ് ഏജൻറ്റ് ലിത്തിയമാണ്. ലിത്തിയത്തേക്കാൾ റെഡ്യൂസിങ് പവർ കുറവാണ് സോഡിയത്തിന്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, അക്വസ് സൊല്യൂഷനിൽ ലിത്തിയ അയോണുകളുടെ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതലാണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടിയിരിക്കുന്നത് കൊണ്ട് അക്വസ് സൊല്യൂഷനിൽ ലിത്തിയമാണ് ഏറ്റവും പവർഫുൾ റെഡ്യൂസിങ് ഏജൻറ്റ്. ഇവരുടെ കോമൺ ആയ മറ്റൊരു കെമിക്കൽ റിയാക്ഷൻ, ആൽക്കലി മെറ്റലുകൾ ലിക്വിഡ് അമോണിയമായിട്ട് റിയാക്ട് ചെയ്യും. ഈ പറഞ്ഞ മെറ്റലുകളെ ലിക്വിഡ് അമോണിയയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്ത് നല്ല കടും നീല നിറമുള്ള ഡീപ് ബ്ലൂ കളേർഡ് കണ്ടക്റ്റിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യും. വൈദ്യുതി കടത്തി വിടുന്ന സൊല്യൂഷൻസ് ആയിട്ട് അവർ മാറും. അപ്പോൾ ഒരു കഷ്ണം സോഡിയം എടുത്ത് നമ്മൾ ലിക്വിഡ് അമോണിയയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോഡിയം ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യും. ആ സൊല്യൂഷൻ്റെ കളറ് നല്ല ബ്ലൂയിഷ് കളറായിട്ട് മാറും. എന്ന് മാത്രമല്ല, നല്ലൊരു വൈദ്യുത ചാലകമായിട്ട് കണ്ടക്ടറായിട്ടും ആ സൊല്യൂഷൻ മാറും. അതിന് റീസണാണ് പറയുക. സോഡിയം എന്ന ആൽക്കലി മെറ്റൽ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കലി മെറ്റലുകൾ നല്ല ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റുകളായതുകൊണ്ട് സോഡിയം അയണൈസ് ചെയ്ത് അവിടെ Na+ ഉണ്ടാകും, ഇലക്ട്രോണും ഉണ്ടാകും. വെള്ളത്തിലൊരു സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യുമ്പോൾ ഹൈഡ്രേറ്റ് ചെയ്യപ്പെടും എന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇവിടെ അതേപോലെ തന്നെ ഡിസോൾവ് ആവുമ്പോൾ ഉണ്ടാകുന്ന സോഡിയം അയോണുകളെ അമോണിയ മോളിക്യൂൾസ് സറൗണ്ട് ചെയ്യും. ഇവിടെ ലായകം അല്ലെങ്കിൽ സോൾവൻ്റ് അമോണിയയാണ്. അപ്പോൾ അയോണുകളെ അമോണിയ മോളിക്യൂൾസ് സറൗണ്ട് ചെയ്യും. നമുക്കിതിനെ അമോണിയേഷൻ എന്ന് വിളിക്കാം. ഒരു സൊല്യൂഷനകത്ത് അയോണുകളെ സോൾവൻ്റായ അമോണിയ സറൗണ്ട് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് അമോണിയേഷൻ. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് Na+നെ സറൗണ്ട് ചെയ്ത് അമോണിയ മോളിക്യൂൾസ് നിൽക്കുന്ന ആ ഒരു സ്പീഷീസിനെ എനിക്ക് വിളിക്കാവുന്നത് അമോണിയേറ്റഡ്
Na+, പൊതുവെ പറഞ്ഞാൽ അമോണിയേറ്റഡ് കാറ്റയോൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഫ്രീ ആകുന്ന ഇലക്ട്രോണുകൾക്കും നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആ ഇലക്ട്രോണുകളെയും അമോണിയ മോളിക്യൂൾസ് സറൗണ്ട് ചെയ്യും. അമോണിയ കൊണ്ട് സറൗണ്ട് ചെയ്യപ്പെട്ട ഇലക്ട്രോണുകളെ നമുക്ക് അമോണിയേറ്റഡ് ഇലക്ട്രോണുകൾ എന്ന് വിളിക്കാം. അമോണിയേറ്റഡ് ഇലക്ട്രോണുകൾ. നമ്മൾ പറഞ്ഞ ഈ സൊല്യൂഷൻ്റെ നീല നിറത്തിന് കാരണം മറ്റാരുമല്ല, പ്രസൻസ് ഓഫ് അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് ഇൻ ദ സൊല്യൂഷനാണ്. ഈ അമോണിയേറ്റഡ് ഇലക്ട്രോണുകൾ എനർജി അബ്സോർബ് ചെയ്ത് ബ്ലൂയിഷ് കളർ എമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സൊല്യൂഷൻ്റെ കളർ ബ്ലൂ ആയിട്ട് മാറുക. കുറേ നേരം സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ്റെ കളർ ബ്ലൂയിഷ് കളർ പതുക്കെ ഫെയ്ഡ് ചെയ്ത് പോകും. ഇവിടെ ഉണ്ടായിരുന്ന അമോണിയേറ്റഡ് ഇലക്ട്രോണുകളും അമോണിയേറ്റഡ് കാറ്റയൺസും ഒക്കെ ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഫൈനലി ആ സൊല്യൂഷനിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യപ്പെടും. ഇനി ആൽക്കലി മെറ്റലുകളുടെ ചില കോമൺ യൂസുകളാണ് പറയുക. സിഷിയം പോലുള്ള ആൽക്കലി മെറ്റലുകൾ ഫോട്ടോ ഇലക്ട്രിക് സെൽസിൽ ഉപയോഗിക്കാറുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് അവിടുന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സെല്ലുകളുടെ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകൾ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. സോഫ്റ്റ് സോപ്പ് നിർമ്മാണത്തിനാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുക. എന്ന് മാത്രമല്ല, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡയോക്സൈഡിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നൊരു കോമ്പൗണ്ട് കൂടിയാണ്. പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു വളമായിട്ട് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലിഥിയം ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ അല്ലെങ്കിൽ ഗാൽവനിക് സെല്ലുകൾ നിർമ്മിക്കാനായിട്ട് ലിഥിയം കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോഡിയം അയോണിനും പൊട്ടാസ്യം അയോണിനും ഒക്കെ ധാരാളമായിട്ടുള്ള ബയോളജിക്കൽ ഫങ്ഷൻസ് ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നൊരു ടേമാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് നമുക്കൊന്നുകൂടി ഒന്ന് എഴുതാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സിഷിയം, ഫ്രാൻസിയം. സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ് ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റുകളാണ്. തൊട്ട് അടുത്തായിട്ട് അറ്റോമിക് നമ്പർ ഓരോന്ന് കൂടി വരുന്ന സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഉണ്ട്. ലിഥിയത്തിന് നേരെ അതേ പീരീഡിൽ വരുന്ന ആളാണ് ബെറിലിയം. മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് റേഡിയം. പീരിയോഡിക് ടേബിളിൽ നമ്മളൊരു കോമൺ ട്രെൻഡ് പറഞ്ഞായിരുന്നു. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് പോരും തോറും അറ്റോമിക് സൈസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. പീരിയഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ
പീരിയോഡിക് ടേബിളിനെ നമുക്കൊരു റെക്റ്റാങ്കുലർ ഫോമിൽ കൺസിഡർ ചെയ്താൽ ഈ ടേബിളിന് നമ്മളൊരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ടേബിളിൻ്റെ നേരെ താഴേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് കൂടുന്ന ട്രെൻഡ്, ഇടത്തുനിന്ന് വലത്തേക്ക് നേരെ പോന്നാൽ അറ്റോമിക് സൈസ് കുറയുന്ന ട്രെൻഡ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും നടുക്കുകൂടി മൂവ് ചെയ്യുന്ന ഒരു ഡയഗണലി മൂവ്മെൻറ്റ് നടത്തിയാൽ സൈസ് കൂട്ടാനുള്ള ട്രെൻഡും കുറയ്ക്കാനുള്ള ട്രെൻഡും ഏകദേശം ഒരേപോലെയാണ് എന്ന് ചിന്തിക്കാം. ആ പീരിയോഡിക് ടേബിളിൽ ഡയഗണലായിട്ട് നിൽക്കുന്ന എലമെൻറ്റുകൾ എടുത്താൽ അവരുടെ സൈസുകൾ കുറേയൊക്കെ സെയിം ആയിരിക്കും. സോ പീരിയോഡിക് ടേബിളിൻ്റെ ഡയഗണലിൽ നിൽക്കുന്ന എലമെൻറ്റുകളുടെ അയോണിക് സൈസ് കമ്പാരിറ്റീവ് ആയതുകൊണ്ട് അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി പോലുള്ള പ്രോപ്പർട്ടികൾ ഒക്കെ വളരെ സിമിലർ ആയിരിക്കും. അതുകൊണ്ട് അവർ വളരെ ക്ലോസ് ആയ ഫിസിക്കൽ പ്രോപ്പർട്ടികളും കെമിക്കൽ പ്രോപ്പർട്ടികളും എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ സാധാരണഗതിക്ക് ഒരു ഗ്രൂപ്പിലാണ് ഒരേപോലുള്ള പ്രോപ്പർട്ടി ഉള്ള എലമെൻറ്റുകൾ നിൽക്കുന്നതെങ്കിൽ പോലും പീരിയോഡിക് ടേബിളിൽ ഒരു ഡയഗണലായിട്ട് നിൽക്കുന്ന എലമെൻറ്റുകളും സിമിലാരിറ്റികൾ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ചില എലമെൻറ്റുകൾ സ്വന്തം ഗ്രൂപ്പിലുള്ള എലമെൻറ്റുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നതിനേക്കാളുപരി ഡയഗണലായിട്ട് നിൽക്കുന്ന എലമെൻറ്റുകളുമായിട്ട് വളരെ ക്ലോസ് ആയ റിസംബ്ലൻസുകൾ എക്സിബിറ്റ് ചെയ്യും. ഇങ്ങനെ ഡയഗണൽ എലമെൻറ്റുകൾ കാണിക്കുന്ന സാദൃശ്യങ്ങളെ, സിമിലാരിറ്റികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നാണ് വിളിക്കുക. ഈ ഒരു പ്രോപ്പർട്ടി യൂഷ്വലി കാണിക്കുന്നത് സൈസ് തീരെ കുറഞ്ഞ അയോണുകളാണ്, ഏറ്റവും ചെറിയ സൈസുള്ള അയോണുകൾ. മറ്റൊന്ന് ചാർജ് ടു റേഡിയസ് റേഷ്യോ വളരെ ഹൈ ആയിട്ടുള്ള അയോണുകളാണ് ഈ ഒരു പ്രോപ്പർട്ടി കൂടുതലായിട്ട് എക്സിബിറ്റ് ചെയ്യുക. നമ്മളപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന എലമെൻ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന എലമെൻറ്റ് എക്സെപ്ഷണലി സ്മോൾ സൈസുള്ള അയോൺ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ അയോൺ എന്ന് പറയുന്നത് ലിത്തിയമാണ്. അതുകൊണ്ട് തന്നെ ലിത്തിയത്തിൻ്റെ ഒരു ഡയഗണൽ പെയറാണ്, ഒരു ഡയഗണൽ ജോഡിയാണ് സെക്കൻഡ് ഗ്രൂപ്പിലെ മഗ്നീഷ്യം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ലിത്തിയം സ്വന്തം ഗ്രൂപ്പിലെ എലമെൻറ്റുകളുമായിട്ട് പുള്ളി പല ഡിഫറൻസുകൾ കാണിക്കുമ്പോഴും തൊട്ടടുത്ത ഗ്രൂപ്പിലെ സെക്കൻഡ് ഗ്രൂപ്പിലെ മഗ്നീഷ്യമായിട്ടുള്ള ഒരുപാടുള്ള ക്ലോസ് റിസംബ്ലൻസുകൾ ലിത്തിയം എക്സിബിറ്റ് ചെയ്യും. സോ ലിത്തിയത്തിൻ്റെ ഡയഗണൽ പെയറാണ് മഗ്നീഷ്യം. ഇങ്ങനെ ലിത്തിയവും മഗ്നീഷ്യവും കാണിക്കുന്ന സാദൃശ്യങ്ങളെ, സിമിലാരിറ്റികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ ലിത്തിയവും മഗ്നീഷ്യവും കാണിക്കുന്ന ഈ ഡയഗണൽ റിലേഷൻഷിപ്പിനെ നമുക്ക് ചില കോമൺ ആയ ഫാക്ടേഴ്സ് കമ്പയർ ചെയ്ത് അവരെന്തൊക്കെ സാദൃശ്യങ്ങളാണ് എക്സിബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ലിത്തിയം ആൻഡ് മഗ്നീഷ്യം എന്തൊക്കെയാണ് എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഡയഗണൽ റിലേഷൻഷിപ്പ് ഓഫ് ലിത്തിയം വിത്ത് മഗ്നീഷ്യം അതെങ്ങനെ നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്യാമെന്ന് നോക്കാം. രണ്ടുപേരെയും കോമൺ പ്രോപ്പർട്ടി ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ തന്നെ കാരണം അവരുടെ വളരെ ചെറിയ അയോണിക് സൈസുകളാണ്. ലിത്തിയം എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ ബേൺ ചെയ്യുമ്പോൾ അതിൻ്റെ മൊണോക്സൈഡ് മാത്രമല്ല ഫോം ചെയ്യുക. ലിത്തിയത്തെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ അത് വായുവിലെ നൈട്രജനുമായിട്ടും ഡയറക്റ്റായിട്ട് കമ്പൈൻ ചെയ്ത് ലിത്തിയത്തിൻ്റെ നൈട്രൈഡ് ഫോം ചെയ്യും. ഒന്നാം ഗ്രൂപ്പിലെ മറ്റ് ഒരു എലമെൻറ്റും ഡയറക്റ്റായിട്ട് ഇതേപോലെ നൈട്രൈഡ് ഫോം ചെയ്യില്ല.
പക്ഷേ ബേൺ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് നൈട്രൈഡ് ഫോം ചെയ്യുന്ന ഒരു എലമെൻ്റാണ് ലിഥിയം. ഇതേ പ്രോപ്പർട്ടി മഗ്നീഷ്യം എക്സിബിറ്റ് ചെയ്യും. മഗ്നീഷ്യവും ബേൺ ചെയ്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ ഓക്സൈഡ് മാത്രമല്ല, Mg3n2 എന്ന നൈട്രൈഡും ലിഥിയം മഗ്നീഷ്യം ഡയറക്റ്റായിട്ട് ഫോം ചെയ്യും. ലിഥിയം എന്ന് പറയുന്ന ആൾ ബേൺ ചെയ്യുമ്പോൾ അതിൻ്റെ മൊണോക്സൈഡായ Li2O ഫോം ചെയ്യുന്നത് പോലെ നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞു ബാക്കിയുള്ള എലമെൻറ്റുകൾ പെറോക്സൈഡുകളും സൂപ്പർ ഓക്സൈഡുകളൊക്കെ ഫോം ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ ലിഥിയം മൊണോക്സൈഡ് മാത്രമാണ് ഫോം ചെയ്യുക. ഇതേപോലെ സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെൻ്റായ ഡയഗണൽ പെയറായ മഗ്നീഷ്യവും അവൻ്റെ മൊണോക്സൈഡ് മാത്രമാണ് ഫോം ചെയ്യുക. ലിഥിയവും മഗ്നീഷ്യവുമായിട്ടുള്ള മറ്റൊരു സിമിലാരിറ്റി, ലിഥിയം കാർബണേറ്റ് Li2CO3 എന്നതാണ് കോമ്പൗണ്ടിൻ്റെ ഫോർമുല. ലിഥിയം കാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്താൽ അത് തെർമലി അത്ര സ്റ്റേബിൾ അല്ല. അത് ഡീകമ്പോസ് ചെയ്ത് കാർബൺ ഡയോക്സൈഡിനെ എമിറ്റ് ചെയ്യും. ലിഥിയത്തിൻ്റെ മോണോക്സൈഡാണ് അടുത്തതായിട്ട് ഫോം ചെയ്യുക. അപ്പോൾ ലിഥിയം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാർബൺ ഡയോക്സൈഡും അവൻ്റെ ഓക്സൈഡും തരും. ഇതേപോലെ തന്നെയാണ് മഗ്നീഷ്യം കാർബണേറ്റും ഹീറ്റ് ചെയ്യുമ്പോൾ ഡീകമ്പോസ് ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും പ്രൊവൈഡ് ചെയ്യും. മറ്റൊരു പ്രോപ്പർട്ടി, ലിഥിയത്തിൻ്റെ ക്ലോറൈഡായ ലിഥിയം ക്ലോറൈഡ് LaCl അതിന് കുറച്ച് കോവാലൻ ക്യാരക്ടർ കൂടുതലുള്ള ഒരു കോമ്പൗണ്ടാണ്. ഗ്രൂപ്പിലെ മറ്റെല്ലാ ക്ലോറൈഡുകളും അയണിക് നേച്ചറുള്ള കോമ്പൗണ്ടുകളാണ്. പക്ഷേ ലിഥിയം ക്ലോറൈഡ് കോവാലൻ ക്യാരക്ടർ കൂടുതലുള്ളൊരു കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ട് ആൽക്കഹോളിൽ എത്തനോളിൽ ഡിസോൾവ് ചെയ്യും. ലിഥിയം ക്ലോറൈഡ് എത്തനോളിൽ ഡിസോൾവ് ചെയ്യുന്നത് പോലെ തന്നെ മഗ്നീഷ്യം ക്ലോറൈഡും എത്തനോളിൽ ഡിസോൾവ് ചെയ്യും. ഈ പറഞ്ഞ പ്രോപ്പർട്ടികളൊന്നും ഗ്രൂപ്പിലെ മറ്റാരും എക്സിബിറ്റ് ചെയ്യാറില്ല. മറ്റൊരു സിമിലാരിറ്റി, ലിഥിയത്തിൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതലായതുകൊണ്ട് ലിഥിയം ക്ലോറൈഡിനെ നമ്മൾ അക്വസ് സൊല്യൂഷനിൽ നിന്ന് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ അത് ഹൈഡ്രേറ്റഡ് സോൾട്ടായിട്ടാണ് ക്രിസ്റ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ലിഥിയം ക്ലോറൈഡ് ഹൈഡ്രേറ്റഡ് ആണ് എന്ന് പറയുന്ന പോലെ തന്നെ മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രേറ്റഡ് സോൾട്ടായിട്ടാണ് ക്രിസ്റ്റലൈസ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട്. ലിഥിയം സ്വന്തം ഗ്രൂപ്പിന് ഒരു അപവാദമാണ്. സ്വന്തം ഗ്രൂപ്പിലെ മറ്റ് എലമെൻറ്റുകളുമായിട്ട് അനോമലസ് ബിഹേവിയർ കാണിക്കുന്ന എലമെൻ്റാണ് ലിഥിയം. അതിന് കൂടുതൽ പ്രോപ്പർട്ടീവായ സിമിലാരിറ്റി ഉള്ളത് തൊട്ടടുത്ത ഗ്രൂപ്പിലെ മഗ്നീഷ്യമായിട്ടാണ്. അത് പ്രൂവ് ചെയ്യുന്ന കുറേ റിലേഷൻഷിപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. സോ ലിഥിയം ഈസ് ദ ഡയഗണൽ പെയർ ഓഫ് മഗ്നീഷ്യം എന്ന് പറയാം.